പ്രാചീന കാലം മുതലേ നമ്മൾ പല മഹാന്മാരുടെ കഥകളും കേട്ടറിഞ്ഞ് വളർന്നു വന്നവരാണ്. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ അവർ മഹാന്മാരായി ആ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടതായിട്ടും ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പ്രാചീന കാലം മുതലേ നമുക്ക് കിട്ടിയ കേട്ടറിവുകളാണ് ഈ മഹാന്മാരുടെ കഥകൾ എന്ന് പറയുന്നത്. മഹാന്മാർ പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്തതായിട്ടൊക്കെ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ കുറിച്ച് ചരിത്രം എഴുതിയ ആളുകൾ നമ്മളോട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബുക്കുകളിലൂടെയും മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വസ്തുതകളാണ് ഇന്ന് നമ്മളും ഡിപ്പെൻഡ് ചെയ്യുകയും അവരുടെ ആ ഒരു പ്രശസ്തിയെ വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മെയിനായിട്ട് ഇത്തരത്തിലുള്ള 3 മഹാന്മാരെയാണ്. ഒരു മഹാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, ജീസസ് ക്രൈസ്റ്റ്. വേറൊരു മഹാൻ എന്ന് പറയുന്നത് ശ്രീ ശങ്കരാചാര്യയാണ്. വേറൊരു മഹാൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദയാണ്. അപ്പോ ഇവരാരും കോണ്ടംപററീസ് ആയിട്ടുള്ള മഹാന്മാരാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അതായത് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതിനു മുന്നേ ജീവിച്ച വ്യക്തിയാണ് ശ്രീ ശങ്കരാചാര്യ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ജനിച്ചത് കേരളത്തിൽ തന്നെയാണ്. കാലടിയിൽ ജനിച്ചു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയോട് സന്യാസം തിരഞ്ഞെടുക്കുവാനായിട്ട് പെർമിഷൻ ചോദിക്കുകയും ഒരു മുതല, അതൊരു കുളത്തിൽ വെച്ചായിരുന്നു, ഒരു മുതല, കുളമല്ല ഒരു പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു, ഒരു മുതല അദ്ദേഹത്തിന്റെ കാലിൽ കടിക്കുകയും സന്യാസത്തിന് പെർമിഷൻ നൽകിയാൽ മാത്രമേ മുതല തന്റെ കാലിൽ നിന്ന് വായെടുക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും തുടർന്ന് അമ്മ അദ്ദേഹത്തിന് സന്യാസത്തിന് പെർമിഷൻ നൽകുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അദ്ദേഹം സന്യാസത്തിനായി പുറപ്പെടുകയാണ് ചെറുപ്പം മുതലേ. അങ്ങനെ അദ്ദേഹം പല യോഗസിദ്ധികളും അല്ലെങ്കിൽ സന്യാസിമാർ ചെയ്യുന്ന ജീവിത രീതികൾ പരിശീലിച്ച് ഒരു സന്യാസിയായിട്ട് അദ്ദേഹം മാറുകയും അവസാനം സർവജ്ഞ പീഠം വരെ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേദാന്തയിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളാണ്. വേദാന്തയിൽ പ്രത്യേകിച്ച് ഡ്യുവലിസം അല്ലെങ്കിൽ ഡുവൽ സെൽഫിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകം മായയാണെന്നും ആത്മൻ ബ്രഹ്മനുമായിട്ടുള്ള ഒരു സംയോജനമാണ് എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തുന്ന ചില അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് ചില യോഗസിദ്ധികൾ ഉണ്ടായതായിട്ട് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. ഈ യോഗസിദ്ധികളിലൂടെ അദ്ദേഹം പരകായ പ്രവേശം ചെയ്തതായും, അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റു ചില ബോഡികളിലേക്ക്, മറ്റു ചില ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്തതായിട്ടൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള യോഗസിദ്ധികൾ ഹിമാലയത്തിൽ ജീവിച്ചിരിക്കുന്ന ചില മഹർഷിമാർക്കും ഉള്ളതായിട്ടുമൊക്കെ ശ്രീരാമയുടെ ബുക്കിൽ, ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന ബുക്കിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില സിദ്ധികൾ അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് അഭിപ്രായപ്പെടുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇദ്ദേഹം ഈ സിദ്ധിയിലേക്ക് വന്നെത്തിയതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ അറിയില്ല. പക്ഷെ ഈ സിദ്ധികൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമതായിട്ട് എടുക്കാവുന്ന മറ്റൊരു മഹാനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ടുമൊക്കെ നമുക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്, ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോ എത്ര തരത്തിലുള്ള മിറക്കിൾസ് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തൊക്കെയോ മിറക്കിൾസ് ചെയ്തു എന്നാണ് ചരിത്രകാരന്മാരും മറ്റുമൊക്കെ അഭിപ്രായപ്പെടുന്നത്. അല്ലെങ്കിൽ ഹോളി ഗ്രന്ഥമായ ക്രിസ്ത്യൻസിന്റെ ഹോളി ഗ്രന്ഥമായ ബൈബിൾ അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കടന്നു വരുന്ന വേറൊരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ നമ്മൾ ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യരെയും യേശുക്രിസ്തുവിനെയും എടുത്തു നോക്കുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദ വളരെ അടുത്ത കാലത്ത് ജനിച്ചു മരിച്ചു പോയ ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സിദ്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 3 തരത്തിലാണ് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് മനുഷ്യന് സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നത്. ജ്ഞാനയോഗ, കർമ്മയോഗ, യോഗ. ജ്ഞാനയോഗയിലൂടെയും കർമ്മയോഗയിലൂടെയും ഭക്തി യോഗയിലൂടെയുമാണ് ദൈവത്തിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെയാണ് യോഗികൾ പറയുന്നത്. അതിൽ ജ്ഞാനയോഗയെ വളരെയധികം പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ ജ്ഞാനയോഗയെ പ്രാക്ടീസ് ചെയ്ത അദ്ദേഹത്തിന് ഒരു ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഈ ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ജീവിതം കൊണ്ട് തന്നെ ലാക്സ് ഓഫ് ബുക്സ്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ പവറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ മഹാത്മാക്കളുടെ ജീവിതത്തിലെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയോ സിദ്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു സിദ്ധികൾ ഉൾച്ചേർക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്? ഇത് ശരിക്കും ഒരു അത്ഭുതമാണോ, അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണോ ഇവരുടെ സിദ്ധികൾ എന്ന് പറയുന്നത്? അതെ, നമ്മൾ ഇവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നതാണ് ഹ്യൂമൻ മൈൻഡിന്റെ ഹിഡൻ പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 30 വർഷത്തെ ജീവിതത്തെ കുറിച്ച് ഒന്നും തന്നെ എവിഡൻസസ് നമുക്ക് ലഭിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ 3 വർഷത്തെ ജീവിതം ഒരു 12 വർഷത്തിന് അതായത് ഒരു 12 വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു 30-ാമത്തെ വയസ്സ് വരെ നമുക്ക് എവിഡൻസസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ 30-ാമത്തെ വയസ്സ് മുതലാണ് അദ്ദേഹം പബ്ലിക് ജീവിതം ആരംഭിക്കുകയും അങ്ങനെ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു പബ്ലിക് ജീവിതത്തിന് ഇടയിലാണ് അദ്ദേഹം ഈ അത്ഭുതങ്ങൾ ചെയ്യുകയും മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് ഈ ഒരു സിദ്ധി കിട്ടി? അദ്ദേഹം ഈ ഒരു ഹിഡൻ ഇയേഴ്സ് ഓഫ് ലൈഫിൽ അദ്ദേഹം എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അഭിപ്രായപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്രയും ആ ഒരു ഹിഡൻ ലൈഫ് ഒരു സെൽഫ് ഒബ്സർവേഷനിലൂടെ ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്താണ് ഈ സെൽഫ് ഒബ്സർവേഷൻ? അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന് ആൻസർ തേടുകയായിരുന്നു അദ്ദേഹം ഇത്രയും വർഷം എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം ചെന്നെത്തുന്നത് എന്ന് പറയുന്നത് അദ്ദേഹവും പ്രകൃതിയും ഒന്നാണ് എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ്. ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന എനർജീസും ഈ മനുഷ്യരെ നയിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന എനർജീസും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നാണ്, അതെല്ലാം എന്നിലൂടെ ജീവിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയെ അദ്ദേഹം അവിടെ കണ്ടെത്തുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിപ്രായപ്പെടാനായിട്ട് സാധിക്കും. അതോടൊപ്പം അദ്ദേഹത്തിന് മുന്നിൽ ജീവിച്ചിരുന്ന ശങ്കരയുടെ ലൈഫിലും ഈ ഒരു ഹിഡൻ പാർട്ട് ഓഫ് ലൈഫ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഒരു സന്യാസ ലൈഫ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സന്യാസ ജീവിതത്തിൽ അദ്ദേഹവും ഈ ഹു ആം ഐ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുക. അവിടെയാണ് അദ്ദേഹത്തിന് വേദാന്ത റിവൈവൽ സംഭവിച്ചത്. അദ്ദേഹം ബ്രഹ്മനും ആത്മനും ഒന്നാണെന്നുള്ള ആ ഒരു യോഗത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് എന്നുള്ളതാണ്. ലോകം മായയാണെന്നും ഇവിടെ കാർമിക് പാർട്ടിക്കിൾസ് മെമ്മറിയുടെ രൂപത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ആ കാർമിക് പാർട്ടിക്കിൾസിൽ നിന്ന് നമ്മൾ മുക്തി തേടുമ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഉള്ള ഗിൽറ്റ് കോൺഷ്യസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള മനുഷ്യന് മുക്തി പ്രാപിച്ച് ആ മനുഷ്യൻ ഒരു വലിയൊരു സമസ്യയുടെ അല്ലെങ്കിൽ ഈ ഒരു നേച്ചറിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കണ്ടെത്തുക ഉണ്ടായി എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിപ്രായപ്പെടാനായിട്ട് സാധിക്കും. സ്വാമി വിവേകാനന്ദ ആയാലും അദ്ദേഹത്തിന്റെ സെൽഫ് റിഫ്ലക്ഷനിലൂടെയും റീഡിങ്ങിലൂടെയും അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തുകയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹം കിലോമീറ്ററോളം ആ ഒരു കടലിനുള്ളിലേക്ക് നീന്തി ചെന്ന് ആ പാറയുടെ മുകളിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇവിടെയും അദ്ദേഹം സെൽഫ് ഒബ്സർവേഷനിലൂടെ തന്നെ കണ്ടെത്തുകയും പ്രകൃതിയെ കണ്ടെത്തുകയും താനും
മനുഷ്യന്മാരും അല്ലെങ്കിൽ ഒരു ഹയർ കോൺഷ്യസ് ആയ ഗോഡുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ കണ്ടെത്തുകയും ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഇവരെല്ലാം തന്നെ അത്ഭുതങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹയർ ലെവലിലേക്ക് അവരുടെ കോൺഷ്യസ്നെസ്സിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ സാധിച്ചെടുക്കാനായിട്ട് സാധിച്ചു ത്രൂ സെൽഫ് ഒബ്സർവേഷൻ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമുക്ക് ഓരോരുത്തർക്കും സെൽഫ് ഒബ്സർവേഷൻ നടത്തി നമ്മുടെ ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനും നമ്മുടെ നേച്ചറായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, മറ്റു മനുഷ്യരായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനും അങ്ങനെ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൂടുതൽ മീനിങ് ഫുൾ ആയി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.